ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് മധ്യനിരയിലേക്ക് കരീം ബെനാരിഫ് എന്ന മൊറോക്കൻ താരത്തെ കൊണ്ടുവന്നിരുന്നു. സെൻട്രൽ മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് കളിക്കുന്ന താരമാണ് ഇദ്ദേഹത്തിൻ്റെ പകരം ആരെ ഒഴിവാക്കും എന്ന കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. പക്ഷേ റൂമറുകൾ എല്ലാം പറയുന്നത് മർലോൺ റൂസിനെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കും എന്നുള്ളതാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിൽ മോശം പ്രകടനമാണ് ഇതുവരെ മർലോൺ റൂസ് നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കുന്നതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ ഒരു തടസ്സമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആശിഷ് നേഗിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു നിയമത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വരുത്തിയിട്ടുണ്ട്. സസ്പെൻഷനിൽ ഉള്ള താരങ്ങളെ ഡീരജിസ്റ്റേർഡ് ചെയ്യാൻ കഴിയില്ല, അതല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. അവരുടെ സസ്പെൻഷൻ പൂർത്തിയാവാതെ ഡീരജിസ്റ്റേർഡ് ചെയ്യാൻ കഴിയില്ല, അതല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചിട്ടുള്ളത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കഴിഞ്ഞ പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ മർലോൺ റൂസിന് റെഡ് കാർഡ് ലഭിച്ചു. അതായത് അടുത്ത മത്സരത്തിൽ അദ്ദേഹത്തിന് സസ്പെൻഷനാണ്. ആ സസ്പെൻഷൻ പൂർത്തിയാകാതെ അദ്ദേഹത്തിന്റെ രജിസ്ട്രേഷൻ ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മർലോൺ റൂസിനെ ഒഴിവാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു സസ്പെൻഷൻ കാലാവധി പൂർത്തിയാകണം. അതിനുശേഷം മാത്രമേ അദ്ദേഹത്തെ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നടത്തിയിട്ടുള്ളത്. അതായത് കരീം ബെനാരിഫിനെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് മർലോൺ റൂസിനെ ഒഴിവാക്കിയേ മതിയാവും, അതല്ലെങ്കിൽ ഡീ രജിസ്റ്റർ ചെയ്തേ മതിയാകൂ. പക്ഷെ അദ്ദേഹത്തെ ഡീ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു സസ്പെൻഷൻ കാലാവധി പൂർത്തിയാകേണ്ടതുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.